മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യ പരിവേഷമുള്ള, ഇപ്പോൾ ഏതാണ്ട് രാഷ്ട്രീയ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു പെരുന്തച്ഛനാണ് പാലക്കാട് ജില്ലയിലെ ഒരു മുൻ മന്ത്രി ശ്രീ AK ബാലൻ. അദ്ദേഹമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികമായിട്ടുള്ള അവലോകനം നടത്തുന്നതിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ്. അദ്ദേഹം ഇപ്പോൾ പരിപൂർണ വിശ്രമ ജീവിതത്തിലാണ്. ആവശ്യത്തിലേറെ കാലം രാഷ്ട്രീയത്തിൽ ഇരിക്കുകയും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പലതരത്തിൽ അനുഭവിക്കുകയും ചെയ്ത് ഇപ്പോൾ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിൻ്റെ കുത്തക ഏറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇപ്പോൾ വന്നതായിട്ടുള്ള ഒരു പ്രസ്താവന വളരെയേറെ വിവാദമുണ്ടാക്കിയിരിക്കുന്നു. അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ പോലും വെല്ലുവിളിക്കുന്നു എന്ന രീതിയിൽ അത് കോടതി നടപടികളിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന, UDF ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ അവിടെ ആഭ്യന്തരമന്ത്രിയാകുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്ന് അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരും തന്നെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു താത്വിക അവലോകനമാണ് ഈ ധിഷണാശാലിയായിട്ടുള്ള മുൻ മന്ത്രി ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അത് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അതിശക്തമായ വർഗീയ വിഷം ചീറ്റുന്ന ഒരു പ്രസ്താവനയാണ്. എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഏതായാലും ആ പ്രസ്താവന പുറത്തായി കഴിഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ, ജമാഅത്ത് ഇസ്ലാമിയെ അദ്ദേഹം ആക്രമിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായി ഭൂരിപക്ഷ സമുദായങ്ങളെയൊക്കെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താമെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളൊക്കെ വീണ്ടും പാളാൻ പോകുന്നു എന്നതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ വർഗീയ ചുവയുള്ള, വർഗീയ വിഷം ചീറ്റുന്ന, കേരളത്തിൽ സമാധാനമായിരിക്കുന്ന സാമുദായിക വിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ശ്രീ AK ബാലൻ എന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ വരെ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. അതിശക്തമായിട്ടാണ് ഈ പ്രസ്താവനയോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാരവാഹികൾ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ വെല്ലുവിളിക്കുന്നതാണ്, ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് ശക്തമായിട്ടുള്ള എതിരായി ഉള്ള ഒരു പ്രസ്താവനയാണ്, മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്, വർഗീയ ചുവയുള്ള പ്രസ്താവനയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നിയമപരമായ നടപടികൾ AK ബാലനെതിരായി എടുക്കാൻ ആലോചന തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വലിയ ബുദ്ധിയിൽ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രചാരണം അഴിച്ചുവിടാൻ അദ്ദേഹത്തെ പ്രേരണ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോഴും വളരെ ദുരൂഹമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു താത്വിക ആചാര്യനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാത്തിലും ഒരു ന്യായവും പുതിയ തരത്തിലുള്ള വിശദീകരണവും എക്കാലവും നടത്തുന്ന ഒരു ശീലമുണ്ട്. ഇനിയും അദ്ദേഹത്തിന് വലുതായി ഒന്നും കിട്ടാനില്ല രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇപ്പോൾ ഒരു വിശ്രമ കാലത്തിരുന്നു കൊണ്ട്, വിശ്രമ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ പാലക്കാട് ഈ തരത്തിൽ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ഇത് വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞു, ഇത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു വലിയ ആഹ്വാനമാണ്, ഇത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ ലംഘിക്കുന്നതാണ്, കേരളത്തിലെ മതസൗഹാർദ്ദത്തെ ഹനിക്കുന്നതാണ്, മതങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്നതിന് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ പറയുന്ന കുറെ നേതാക്കന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പടി കൂടെ കടന്നു പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനയും ശ്രീ AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ വളരെയേറെ അപകടങ്ങൾ അതിനകത്തുനിന്ന് ഉത്ഭവിക്കാൻ പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഭയക്കുന്നതായി പറയുന്നു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളൊക്കെ ഇതിനകം തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങളൊക്കെ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തരം പോലെ ഭൂരിപക്ഷ വർഗീയതയും
ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് കാര്യമായി മനസ്സിലാക്കാതെ അദ്ദേഹം പിണറായി വിജയന്റെ ഒരു സ്തുതിപാഠകനായിട്ട് കുറെ നാളുകളായി വേഷം കെട്ടി നടക്കുകയാണ്. അദ്ദേഹം തന്നെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് വിധേയയായ ഒരു സാമുദായിക നേതാവാണ്. ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. തുച്ഛമായ പലിശയ്ക്ക് ഈ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ പണം വായ്പയെടുത്ത് വളരെ കൂടിയ പലിശയ്ക്ക് പാവപ്പെട്ട തൊഴിൽദായകർക്ക് കൊടുത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ കഥകളുടെ ചുരുളുകളൊക്കെ അഴിഞ്ഞു കുറെ കാലമായി നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുക എന്ന രീതിയിലാണ് അദ്ദേഹം ഭരിക്കുന്ന കക്ഷിയോട് എപ്പോഴും ഒട്ടി നിൽക്കുന്ന ഒരു പ്രകൃതം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വീട്ടിൽ തന്നെയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വേണമെങ്കിൽ പറയാം പാർട്ടി അനുഭാവികളുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ BJPയുടെ കേരള ഘടകത്തിന്റെ ഉപാധ്യക്ഷനാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJPയിൽ നിന്ന് അതുവഴിയായി ആവശ്യമല്ല സംരക്ഷണം കിട്ടും. ശ്രീ പിണറായി വിജയന്റെ സ്തുതിപാഠകനായി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും സംരക്ഷണം കിട്ടും. ഈ തരത്തിലുള്ള ഒരു ഡാൻസ് കളിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളെല്ലാം അദ്ദേഹത്തിന് കോടാലിയാകുന്നു. അദ്ദേഹം സ്തുതി പാടുന്നതായിട്ടുള്ള പിണറായി വിജയന്റെ തന്നെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലായിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് വരാൻ പോകുന്ന സർക്കാരിന്റെയും കൂടെ സ്തുതിപാഠകനായി മാറുക മാത്രമേ അദ്ദേഹത്തിന് കരണീയമായിട്ടുള്ളൂ. അതുണ്ടായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പാക്കാൻ ഏത് രാഷ്ട്രീയ കക്ഷിയാണോ സഹായിക്കുന്നത് അവരോടൊപ്പം നിൽക്കുകയും മറുഭാഗത്തുള്ളവരെ വളരെ ഹീനമായി വിമർശിക്കുകയും ചെയ്യുക എന്ന ശൈലിയാണ് അദ്ദേഹം കുറെ നാളായി സ്വീകരിക്കുന്നത്. അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ നടത്തിയ ആക്ഷേപം ഇപ്പോഴും പൊതു സമൂഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിനെതിരായി നടത്തിയതായിട്ടുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല മുസ്ലിം ലീഗിനെതിരായിട്ടാണെന്നൊക്കെ അദ്ദേഹം ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചിട്ടും അത് ഏശിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം തരം പോലെ അഭിപ്രായങ്ങൾ പറയുന്നു. ഏതാണ്ട് അദ്ദേഹത്തെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടത്തിവെട്ടിയിരിക്കുകയാണ് CPMന്റെ താത്വികാചാര്യനായ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുൻപ് നിയമമന്ത്രി വൈദ്യുത മന്ത്രി സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച മഹാനായ ശ്രീ AK ബാലൻ. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രസ്താവനയായി കാണാനായി സാധ്യമല്ല. അതിന്റെ ദുസ്സൂചനകൾ വളരെ ഗൗരവമുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സാംസ്കാരികമായും സാക്ഷരതയിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം അരക്കിട്ട് ഉറപ്പിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. അതിൽ വിള്ളലുണ്ടാക്കാനായി ഏത് നേതാവ് ശ്രമിച്ചാലും സമൂഹം നന്നായി അവർക്ക് തിരിച്ചടി നൽകുമെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരിഭ്രമത്തിലാണ് ശ്രീ AK ബാലൻ ഇതുപോലെയുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഇരുളടഞ്ഞതായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പരിഭ്രമത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അത് ഈ അടുത്ത സമയത്താണ് പാലക്കാട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലുള്ള ഒരു മുൻ MP അതിശക്തമായ വളരെ ഹീനമായ ഭാഷയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞത്. ഉത്തരം താങ്ങുന്ന പല്ലിയാണ്, നാലാംകിട നേതാവാണ്, 5% വോട്ട് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് CPI എന്നൊക്കെ സ്വന്തം മുന്നണിയിലുള്ള രണ്ടാം കക്ഷിയായ CPI അധിക്ഷേപിച്ച ഒരു MP ഉള്ള ജില്ലയിലാണ് ശ്രീ AK ബാലനും ഇപ്പോൾ താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതും, പാലക്കാട് ജില്ല. അപ്പോൾ നോക്കണം അവിടുത്തെ എത്ര മലീമസമായ രീതിയിലാണ് ഈ നേതാക്കളൊക്കെ സമൂഹത്തെ ഈ തരത്തിൽ ദുർഗന്ധപൂരിതമാക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ വകതിരിവ് അവർക്കുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം തിരിച്ചടിക്കും. പാലക്കാട് ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കുണ്ടായ വൻപിച്ച വിജയം പാലക്കാട് ജില്ലയിലുള്ള CPMകാരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിന്റെ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് ഈ തരം പ്രസ്താവനകളിലൂടെ വരുന്നത് എന്ന് പറഞ്ഞാലും അധിക പറ്റാവുകയില്ല. ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് CPM-ന്റെ ഒരു മുൻ MP-യും ഇപ്പോൾ CPM-ന്റെ ഒരു മുൻ മന്ത്രിയും ഒക്കെ നടത്തുന്നതായിട്ടുള്ള പ്രസ്താവനകൾ. സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികളെ ആക്ഷേപിക്കുക, കേരളത്തിലെ സമുദായ സൗഹാർദ്ദം നശിപ്പിക്കാനായി ഇതുപോലെയുള്ള വിഷം നിറഞ്ഞതായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുക. ഇവരെ വിലക്കാൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ, അവരെ തള്ളിപ്പറയാൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ, നാളിതുവരെ ഒരു CPM നേതാവും ഈ AK ബാലൻ പറഞ്ഞതിനെ കുറിച്ചും ഒരു മുൻ MP പറഞ്ഞതിനെ കുറിച്ചും ഒന്നും അഭിപ്രായം പറയുന്നില്ലല്ലോ. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അഭിപ്രായം പറയുന്ന താത്വികാചാര്യന്മാർ, കുറെ സാഹിത്യ നായകന്മാർ, വാഴ്ത്തുപാട്ടുകാരായുള്ള CPM-ന് ഈ വിഷയത്തിലൊന്നും പ്രതികരണമില്ലാതെ പോകുന്നത് കഷ്ടമാണ്. ഇവിടെ കുറെ സാഹിത്യ നായകന്മാർ, ഒപ്പിടാനായി സ്ഥിരം നടക്കുന്ന കുറെ വിപ്ലവകാരികൾ എന്ന് അവകാശപ്പെടുന്ന സാഹിത്യ നായകന്മാരുണ്ട്. അവരൊക്കെ ഇത് വാകൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കൊന്നും പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയതുപോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ശ്രീ AK ബാലൻ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവനയും 2 ദിവസം മുമ്പ് CPM-ന്റെ ഒരു മുൻ MP നടത്തിയ പ്രസ്താവനയും ഒക്കെ LDF-ന് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. കേരളത്തിലെ പൊതുസമൂഹം ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണത്തിന് നിന്നുകൊടുക്കുകയില്ല. അവർക്ക് വരാൻ പോകുന്ന വലിയ അവസരം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ശക്തികളെ ഒറ്റപ്പെടുത്തുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഇതിന് CPM തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. സൗഹാർദ്ദത്തിലിരിക്കുന്ന മതസൗഹാർദ്ദമുള്ള സംസ്ഥാനത്ത് ഇതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ പറയുന്ന ആളുകളെ നിലയ്ക്ക് നിർത്താൻ പാർട്ടി നേതാക്കന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയേക്കാൾ വലിയ തിരിച്ചടി അവർക്ക് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. അതുകൊണ്ട് ഈ താത്വിക ആചാര്യന്മാരെയും അതുപോലെ മുൻ MP-മാരെയും ഒക്കെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആലോചിക്കാൻ CPM കുറെ സമയം ചെലവഴിച്ചാൽ ഈ സംസ്ഥാനത്തിന് രാഷ്ട്രീയത്തിന് നന്നായിരിക്കുമെന്നാണ് ഈ തരുണത്തിൽ പറയാനായിട്ടുള്ളത്.